ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ പോർട്ടൽ വെയിൻ വരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടിനെ കുറിച്ചിട്ടാണ് അല്ലേ. നമുക്കറിയാം ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഏറ്റവും അല്ലേ നല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പോകാം. ഓക്കെ, ഹാർട്ട് അല്ലേ, എവിടെയാണ് നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് നമുക്ക് ഹാർട്ടിനെ കാണാൻ കഴിയുക? അതായത് ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് സ്ലൈറ്റ്ലി tilted towards the left in the thoracic cavity. നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് thoracic cavity ഉണ്ട് അല്ലേ, അബ്ഡോമിനൽ ക്യാവിറ്റിയും അതേപോലെ തന്നെ thoracic cavity ഉണ്ട് അല്ലേ. അതിൽ thoracic cavity എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുകളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ thoracic cavity എന്ന് പറയാം, താഴെയുള്ളതിനെയാണ് നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയാം. ഓക്കെ ഓക്കെ അപ്പോൾ thoracic ക്യാവിറ്റിയിലാണ് നമ്മൾ ഹാർട്ടും ലങ്സും തുടങ്ങിയ ആൾക്കാരൊക്കെ നമ്മൾ കാണുക എവിടെയാണ്? നമ്മുടെ thoracic ക്യാവിറ്റിക്ക് അകത്താണ് അല്ലേ. thoracic ക്യാവിറ്റി ആ ഒരു പാർട്ടിലാണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം അവിടെ ഒരു ലെഫ്റ്റിലോട്ട് ഇച്ചിരി ചെരിഞ്ഞിട്ട് അല്ലേ, ഇച്ചിരി ചെരിവോടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ ഷേപ്പ് തന്നെ ജസ്റ്റ് ഒരു ലെഫ്റ്റിലോട്ട് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവേർഡ്സ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇച്ചിരി ചെരിഞ്ഞിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുക. അതായത് നമ്മുടെ സ്റ്റേണത്തിൻ്റെ അകത്ത് അല്ലെ, സ്റ്റേണത്തിൻ്റെ അകത്ത് റിബ്സിനകത്താണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെയും അതേപോലുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലങ്സ്, ഹാർട്ട്, ലിവർ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിന് ചുറ്റും സ്റ്റേൺ ഉണ്ടാവും, റിബ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ വെർട്ടിബ്രേറ്റ് കോളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ലങ്സും ഹാർട്ടൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹാർട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, ഇതേപോലെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ അല്ലേ. എങ്ങനെയാണ് കാണാനുണ്ടാവുക? നമ്മുടെ ഹാർട്ട് ഇതേപോലെയാണ് കാണാനുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹാർട്ടിന് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ ഹാർട്ടിന് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുക പെരികാർഡിയം. നമ്മുടെ ഹാർട്ടിൻ്റെ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ പറയുന്ന പേരാണ് പെരികാർഡിയം. ഓക്കെ, ഈ പെരികാർഡിയത്തിനകത്ത് എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് നമുക്ക് പ്രസന്റ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനകത്ത് ഹാർട്ടിന്റെ പുറമേ അല്ലേ ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് നമുക്ക് അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രിക്ഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ അല്ലേ, അതായത് പുറമേയുള്ള എക്സ്റ്റേണൽ ഷോക്സ് അതൊക്കെ, അതായത് പുറമേ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് വരുന്നതിനനുസരിച്ച് നമുക്കറിയാം അല്ലേ, ഈ ഫ്ലൂയിഡ് നന്നായിട്ട് എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ഇത് മെംബ്രെയിൻ്റെ, അതായത് നമ്മുടെ ഈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ്റെ ഇടയിലായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മൾ ഹാർട്ടിലേക്ക് എങ്ങനെയൊക്കെയാണ് ബ്ലഡ്, നമുക്കറിയാം നമ്മുടെ ബ്ലഡിൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നടക്കുന്നത് നമ്മൾ ഹാർട്ടിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഹാർട്ടിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ നമ്മുടെ ഹാർട്ടിലേക്ക് നമുക്കറിയാം നമ്മൾ ബ്ലഡിലൂടെയാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആൾക്കാരും എത്തിക്കുന്നത് അല്ലേ. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെയൊക്കെ എന്താണ് നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ശുദ്ധീകരിച്ച് ഓക്സിജനേറ്റഡ് ആക്കിയിട്ട് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എത്തിക്കുന്നത് നമ്മുടെ എന്താണ് ബ്ലഡാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർട്ടിലേക്ക് ബ്ലഡ് വരികയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വില്ലസിലൊക്കെ ഉള്ള കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബ്ലഡിലേക്ക് ലയിക്കുന്നു, ടിഷ്യൂ ഫ്ലൂയിഡിൽ എത്തുന്നു, ടിഷ്യൂ ഫ്ലൂയിഡ് വഴി എന്താണ് കുറച്ച് ബ്ലഡിലേക്ക് കുറച്ച് ലിംഫ് വെസലിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ പോലെ നടക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ സുപ്പീരിയർ വീനാക്കാവ വഴി, ഓക്കെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇൻഫീരിയർ വീനാക്കാവ വഴി എന്ത് ചെയ്യാണ്? നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ്?
നമ്മൾ ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം, ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ, അതേപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ 4 അറകൾ. റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് എന്താണ്? ലെഫ്റ്റ് ഇടത് വെൻട്രിക്കിളും ഇടത് ഏട്രിയവും, അതേപോലെ റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയവും വലത് വെൻട്രിക്കിളും. ഇങ്ങനെ 4 അറകളാണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇൻഫീരിയർ വീന കാവ വഴി, അതേപോലെ സുപ്പീരിയർ വീന കാവ വഴിയൊക്കെ എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്കാണ് ഫസ്റ്റ് എന്തെത്തുക? ബ്ലഡ് എത്തുക. ഓക്കെ, ഇൻഫീരിയർ വീന കാവ അതുപോലെ സുപ്പീരിയർ വീന കാവ വഴി എന്ത് ചെയ്യും? ഹാർട്ടിലേക്ക് ബ്ലഡ് ഫസ്റ്റ് എത്തും അല്ലേ? അപ്പം ഇങ്ങനെ എത്തുന്ന ബ്ലഡ് ഫസ്റ്റ് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും എന്താണ്? നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു, അതായത് വലത് വെൻട്രിക്കിളിലേക്ക്. ആദ്യം റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, ദെൻ അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും എത്തുന്നു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്താണ്? നമുക്കറിയാം നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. അതല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ബോഡിക്ക് വേണ്ടത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് അല്ലേ? ശുദ്ധീകരിച്ച നല്ല ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും, അതായത് വലത് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി, നമുക്കറിയാം ബ്ലഡിനെ എപ്പോഴും എന്താണ് കൊണ്ടുപോകുന്നത്? എന്താണ്? നമ്മുടെ ആർട്ടറീസ് ആണ്. അതേപോലെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നത് വെയിൻസ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും, വലത് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി, മെയിൻ ആർട്ടറിയാണ് കേട്ടോ പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യാണ്? ഇവിടെ നേരെ ലങ്സിലേക്ക് പോവാണ്. ഇവിടെ ഒരു ലങ്സ് ഉണ്ടാവും അല്ലേ? നമ്മുടെ ലങ്സ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ആക്കി മാറ്റുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പൾമണറി ആർട്ടറിയിലേക്ക് എൻട്രി ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ്? ഓക്സിജനേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നേരെ ലങ്സിലേക്ക് പോകുന്നു. അവിടെ നിന്നും ലങ്സിൽ നിന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ? പൾമണറി വെയിൻസ് ആണ് അല്ലേ? ആർട്ടറിയുടെ ഡ്യൂട്ടി അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നും പൾമണറി വെയിന് വഴി എന്ത് ചെയ്യുന്നു? നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. എവിടെ എത്തുന്നു? ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. അതായത് നമ്മുടെ 4 അറകളുണ്ടല്ലോ അല്ലേ? അതിൽ ഇടത് ഏട്രിയത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ നിന്നും നേരെ ഇടത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ അയോട്ട വഴി പുറത്തേക്ക് പോകുന്നു അല്ലേ? പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഇൻഫീരിയർ വീന കാവ അതേപോലെ സുപ്പീരിയർ വീന കാവ വഴി നമ്മുടെ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവിടെ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അവിടെ നിന്നും നമ്മുടെ പൾമണറി ആർട്ടറി വഴി പുറത്തേക്ക് ലങ്സിലേക്ക് എത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ലങ്സിൽ നിന്നും ശുദ്ധീകരിച്ച ബ്ലഡുമായിട്ട് പൾമണറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. അവിടെ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇവിടെ നിന്ന് അയോട്ട അല്ലേ? നമ്മുടെ അയോട്ട എന്ന് പറയുന്ന ഒരു ആർട്ടറിയാണ് കേട്ടോ. അതുവഴി നേരെ നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കണ്ടു നോക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ ഇപ്പോൾ മിസ് പറഞ്ഞതുപോലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നു. അവിടുന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അയോട്ട വഴി പുറത്തേക്ക് നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് എത്തുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, ഇതിൽ വാൾവുകൾ പ്രസൻ്റ് ആണ് അല്ലേ? നമ്മുടെ ഹാർട്ടിനകത്ത് വാൾവുകൾ പ്രസൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ വാൾവ് എന്തിനായിരിക്കും ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ? അതായത് നമ്മുടെ ഇങ്ങനെ പൾമണറി ആർട്ടറിയിലേക്കൊക്കെ ബ്ലഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഒരു ഫ്ലോ ഇല്ലാതിരിക്കാൻ
അല്ലേ? അതിൻ്റെ ബാക്ക് ഫ്ലോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ എന്താണ് വാൾവുകൾ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ഒരു ട്രൈ കസ്പിഡ് വാൾവ് കാണാൻ പറ്റും. എന്താണ്? ട്രൈ കസ്പിഡ് വാൾവ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ബൈകസ്പിഡ് വാൾവുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ പൾമണറി ആർട്ടറിൻ്റെ ഇടയിലും അയോട്ടയുടെ ഇടയിലും സെമി ലൂണാർ വാൾവുകളും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ്? ബൈകസ്പിഡ് വാൾവ് ഉണ്ട്, ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്, അതേപോലെ തന്നെ സെമി ലൂണാർ വാൾവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ട്രൈകസ്പിഡ് വാൾവ്, ഇവിടെ ട്രൈകസ്പിഡ് വാൾവാണ് കേട്ടോ. ഇവിടെ ബൈ അല്ല, ഇവിടെ ട്രൈകസ്പിഡ് വാൾവാണ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അതേപോലെ സെമി ലൂണാർ വാൾവ് ഫൗണ്ട് ഇൻ പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. ബൈകസ്പിഡ് വാൾവ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അത് നമ്മുടെ എന്താണ്? നമ്മുടെ ബ്ലഡ് ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്ക് ഫ്ലോ, അതായത് ബ്ലഡ് ബാക്കോട്ടേക്ക് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ചേമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് എത്രയാണ് ചേമ്പേഴ്സ് എന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.